ഓം ശാന്തി. ഞാൻ ആത്മാ എൻ്റെ വീടായ പരമധാമത്തിൽ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. രൂപത്തിൽ ബിന്ദുവും ഗുണങ്ങളിൽ സിന്ധുവുമായ ശിവബാബയുടെ സമീപമിരിക്കുന്നു. ബാബയുടെ ഗുണങ്ങളുടെയും ശക്തികളുടെയും തേജസ്വി കിരണങ്ങൾ ഞാൻ ആത്മാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സർവ ദിവ്യ ഗുണങ്ങളും സർവശക്തികളും ഞാൻ സ്വയം തന്നിൽ സമാവേശമാക്കുന്നു. ഞാൻ സർവഗുണസമ്പന്ന സർവശക്തി സമ്പന്നമാവുകയാണ്. ഞാൻ ആത്മാ സമ്പന്നമായി താഴേക്ക് 5 തത്വങ്ങളുടെ ലോകത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഞാൻ ആത്മാവിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും തേജസ്വി കിരണങ്ങൾ മുഴുവൻ യൂണിവേഴ്സിലും വ്യാപിക്കുന്നു. മുഴുവൻ യൂണിവേഴ്സും ശക്തിശാലിയാകുന്നു. അഞ്ച് തത്വങ്ങളും സർവ ആത്മാക്കളും ശക്തികളാൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ആത്മാ താഴേക്കിറങ്ങി ഈ സാകാരി ശരീരത്തിൽ ഭൃഗുടി തത്വത്തിൽ പ്രവേശിക്കുന്നു. ഈ സ്മൃതി ഉണർത്തുന്നു, ഞാൻ സമ്പന്ന ബാപ് സമാനാത്മാവാണ്. സർവശക്തി സ്വരൂപാത്മാവാണ്. സർവഗുണസമ്പന്ന ആത്മാവാണ്. ഞാൻ ബാബയുടെ ഓർമ്മയുടെ സ്വരൂപത്തിലിരിക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ സദാ സമാവേശമാകുന്നു. സദാ ഏകരസസ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഇപ്പോൾ ഞാൻ ഒരു അവിനാശി ബാബയെ മാത്രം എൻ്റെ ആശ്രയമാക്കിയിരിക്കുന്നു. എനിക്ക് പരിധിയുള്ള യാതൊരു ഇച്ഛയുമില്ല. സദാ സമ്പന്ന അനുഭവം ചെയ്യുന്നു. ബാപ് സമാന അനുഭവം ചെയ്യുന്നു. ഓരോ ആത്മാവിനെ പ്രതിയും ഞാൻ കല്യാണ ഭാവന വയ്ക്കുന്നു. സദാ പരിധിയില്ലാത്ത സേവയിൽ തൽപരനായിരിക്കുന്നു. എൻ്റെ എല്ലാ ഭാരങ്ങളും ബാബയ്ക്ക് നൽകി സദാ പരിധിയില്ലാത്ത ലാഘവത്തോടെ ഇരിക്കുന്നു. ഡബിൾ ലൈറ്റ് ഫരിസ്തയായി ഫരിസ്തകളുടെ ലോകത്തിൽ ഭ്രമണം ചെയ്യുന്നു. സദാ അവ്യക്ത സ്ഥിതിയിലിരിക്കുന്നു. എന്നിലൂടെ ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകണം. ഞാൻ യോഗബലത്തിലൂടെ വികർമ്മം വിനാശമാക്കി പാവനമായി മാറി പാവന ലോകം നിർമ്മിക്കുന്ന സേവനം ചെയ്യുന്നു.
ദേവതാധർമ്മം വളരെ സുഖം നൽകുന്നു. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. ബാബ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. സംഗമയുഗത്തിൽ ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. പരമാത്മാവിൻ്റെ മഹിമ പാടുന്നു. സുഖസാഗരൻ, പവിത്രതയുടെ സാഗരൻ എന്ന്. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തിനു തന്നെയാണ് ഇപ്പോൾ അവസാനിക്കേണ്ടത്. എല്ലാവർക്കും മുക്തിധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ബാബ പറയുന്നു, ദുഃഖധാമത്തെ കണ്ടുകൊണ്ടും മറന്നേക്കൂ. എനിക്കിപ്പോൾ ശാന്തിധാമത്തിലേക്ക് പോകണം. ഞാൻ ആത്മാവാണെന്ന ഓർമ്മ വന്നിരിക്കുന്നു. ബാബ ബിന്ദുവാണെന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഞാൻ എങ്ങനെ 84 ജന്മത്തിൻ്റെ ചക്രം കറങ്ങി വന്നു എന്ന് ഇടയ്ക്കിടെ ബുദ്ധിയിൽ ഓർമ്മ വരുന്നു. അപ്പോൾ ബാബയുടെ ഓർമ്മ വരുന്നു. വീടും ഓർമ്മ വരുന്നു. പിന്നെ ചക്രവും ഓർമ്മ വരുന്നു. ഞാനിപ്പോൾ ഈശ്വരീയ രാജ്യത്തിലിരിക്കുന്നു. ഈശ്വരൻ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. നിഷ്കാമ സേവനം ചെയ്യുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് സർവരുടെയും പിതാവ്. ഇതോർമ്മിച്ച് ഞാൻ അതിരില്ലാത്ത സന്തോഷത്തിലിരിക്കുന്നു. അന്തിമ അവസ്ഥയാണ് അതീന്ദ്രിയ സുഖം എന്ന് പാടപ്പെട്ടിട്ടുള്ളത്. മുഴുവൻ ദിവസവും ഞാൻ അനുഭവം ചെയ്യുന്നു. ബാബ അങ്ങ് വന്ന് എന്നെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഓർമ്മ ഉണരുമ്പോൾ ഞാൻ ആനന്ദത്തിൽ തുള്ളിച്ചാടുന്നു. ജ്ഞാനത്തോടൊപ്പം പെരുമാറ്റവും ഞാൻ നല്ലതാക്കുന്നു. ശ്രീമതത്തിലൂടെ ബലം ലഭിക്കുന്നു. ബാബ സ്നേഹസാഗരനാണ്. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ്. ആർക്കെങ്കിലും ദുഃഖം നൽകിയാൽ ദുഃഖിയായി മരിക്കും. വിഷയസാഗരത്തിൽ മുങ്ങിത്താഴുന്നതാണ് ഏറ്റവും മോശമായ ശീലം. എനിക്ക് പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. മുഴുവൻ ദിവസവും ബാബ ബാബ എന്ന് തന്നെ ഓർമ്മയിലുണ്ടാകും. ഞാൻ സദോ പ്രധാനമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ബാബ എന്നെ വിശ്വത്തിൻ്റെ അധികാരി ആക്കുകയാണ്. മായയുടെ കൊടുങ്കാറ്റ് വരുന്നു. ഇതും ഡ്രാമയിലുള്ളതാണ്.
സംഗമയുഗത്തിൽ ഞാൻ സർവപ്രാപ്തികളാലും സ്വയത്തെ സമ്പന്നമാക്കി മാറ്റുന്നു. സർവ ഖജനാവുകളും ഗുണങ്ങളും കർത്തവ്യങ്ങളും മുന്നിൽ കണ്ട് എല്ലാ കാര്യങ്ങളിലും അനുഭവിയായോ എന്ന് പരിശോധിക്കുന്നു. ഒന്നിൽ കുറവുണ്ടെങ്കിൽ അതിനെ സമ്പന്നമാക്കുന്നു. ബാബയുടെയും തൻ്റെ ആദി സ്വരൂപത്തിൻ്റെ ഗുണങ്ങളെയും ഞാൻ അനുഭവം ചെയ്യുന്നു. അപ്പോൾ സമ്പൂർണമൂർത്തിയാകുന്നു. ആവേശത്തിൽ വരുന്നതും മനസ്സിൻ്റെ കരച്ചിലാണ്. ഇപ്പോൾ കരച്ചിലിൻ്റെ ഫയലിനെ സമാപ്തമാക്കുന്നു. ഓം ശാന്തി.